നമസ്കാരം. ബിഗ് സ്റ്റോറിയിലേക്ക് സ്വാഗതം. വിദ്യാഭ്യാസ മന്ത്രി അബ്ദുൾ റബ്ബിനെതിരെ കോഴിക്കോട് ഡിവൈഎഫ്ഐ നടത്തിയ നിലവിളക്ക് കത്തിച്ചുകൊണ്ടുള്ള സമരത്തെ സംസ്ഥാന നേതൃത്വം തള്ളിപ്പറഞ്ഞു. അത്തരം സമരവുമായി മുന്നോട്ടു പോകില്ലെന്ന് സംസ്ഥാന സെക്രട്ടറി എം സ്വരാജ് വ്യക്തമാക്കി. ദുർവ്യാഖ്യാനം ചെയ്യാൻ സാധ്യതയുള്ള സമരമായതിനാലാണ് പിന്മാറുന്നതെന്നും സ്വരാജ് കോഴിക്കോട് വിശദീകരിച്ചു. ഓരോ വിഷയത്തോടും വ്യത്യസ്തമായിട്ടുള്ള പ്രതിഷേധങ്ങൾ വളർന്നു വരാറുണ്ട്. അപ്പോൾ അദ്ദേഹത്തിനെതിരായി, മന്ത്രിക്കെതിരായി അത്തരത്തിലൊരു പ്രതിഷേധം അവിടുത്തെ ഘടകം നടത്തി. അത് സംസ്ഥാന വ്യാപകമായി ഞങ്ങൾ ഏറ്റെടുക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു സമര രീതിയല്ല. എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ദുർവ്യാഖ്യാനം ചെയ്യാനിടയുള്ള ഒരു പ്രതിഷേധമാണത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതേതായാലും തുടർന്ന് കൊണ്ടുപോകാൻ ഇപ്പോൾ ഉദ്ദേശിക്കുന്നില്ല. ഈ വിഷയമാണ് ഇന്ന് ബിഗ് സ്റ്റോറി ചർച്ച ചെയ്യുന്നത്. ശ്രീ എം സ്വരാജ്, ശ്രീ വി രാജേഷ്, ശ്രീ ഫക്രുദ്ദീൻ അലി എന്നിവരാണ് ഇപ്പോൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ശ്രീ എം സ്വരാജ്, എന്തുകൊണ്ടാണ് കോഴിക്കോട് ഡിവൈഎഫ്ഐ നടത്തിയ സമരം ദുർവ്യാഖ്യാനം ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന് പിന്നീട് നിങ്ങൾ തിരിച്ചറിഞ്ഞത്? അല്ല, പിന്നീട് തിരിച്ചറിയുന്നു എന്നതല്ല അതിന്റെ പ്രശ്നം. അത് സംസ്ഥാന തലത്തിലോ ജില്ലാ തലത്തിലോ ഒരു ഘടകം ആലോചിച്ച് തീരുമാനിച്ച് താഴേക്ക് കൊടുത്ത് സംഘടിപ്പിക്കപ്പെട്ടൊരു സമരമല്ല. നിങ്ങളുടെ റിപ്പോർട്ടിങ്ങിന്റെ ഒരു ചെറിയ പ്രശ്നം എനിക്ക് തോന്നുന്നത്, ഇത് കേൾക്കുന്നവർ തോന്നുക ഞങ്ങൾ ഏതോ ഉയർന്ന ഒരു ഘടകം തീരുമാനിച്ച് വ്യാപകമായി നടത്താൻ ആഹ്വാനം ചെയ്ത ഒരു സമരമായിരുന്നു അതൊന്നും, എന്നാൽ പിന്നീട് അതിൽ പിൻവലിച്ചു എന്നുമാണ്. അങ്ങനെയല്ല അത് സംഭവിച്ചത്. അബ്ദുൾ റബ്ബിനെതിരായി എല്ലായിടത്തും കരിങ്കൊടി പ്രതിഷേധം നടക്കുന്നുണ്ട്. അദ്ദേഹത്തിനെതിരായിട്ടുള്ള ശക്തമായ പ്രതിഷേധം നടന്നു വരുന്നുണ്ട്. എന്നാൽ അദ്ദേഹം പങ്കെടുത്ത ഒരു പരിപാടിയിൽ ആ പ്രദേശത്തെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഇങ്ങനെ ഒരു പ്രതിഷേധം അവിടെ സംഘടിപ്പിച്ചു. അതങ്ങനെ കൂലങ്കഷമായി ആലോചിച്ച് തീരുമാനിച്ച സമരരൂപമൊന്നുമല്ല. അവിടെ അങ്ങനെ ഒരു സമരം നടന്നു. എന്നാൽ ആ സമരം വർഗീയമായി ദുർവ്യാഖ്യാനം ചെയ്യാൻ വർഗീയവാദികൾക്ക് ഒരവസരമായി എടുത്തിട്ടാണ് പലരും അതിനെ ദുർവ്യാഖ്യാനം ചെയ്തത്. അത് ഒരുപക്ഷെ ഈ സമരത്തിൽ നിന്ന് ശ്രദ്ധ മാറ്റി അനുചിതമായ രീതിയിൽ ചർച്ചകളെ മുൻപോട്ട് കൊണ്ടുപോകാനാണ് സഹായിക്കുക എന്ന് വേണം കാണാൻ. ഞങ്ങൾ അതങ്ങനെയല്ല ഉദ്ദേശിച്ചിട്ടുള്ളത്. പാഠപുസ്തക വിതരണം അട്ടിമറിച്ച മന്ത്രി, അതിലെ അഴിമതി, അത്തരം കാര്യങ്ങളാണ് ചർച്ച ചെയ്യപ്പെടേണ്ടത്. അപ്പൊ അനാവശ്യമായ ചർച്ചകൾക്ക് ഇട കൊടുക്കാതിരിക്കാനാണ് ഞാൻ ഇന്ന് അതിലൊരു വ്യക്തത വരുത്തിയിട്ടുള്ളത്. തന്നെയുമല്ല, അതിന്റെ ശ്രീ എം സ്വരാജ്, എങ്ങനെയാണ് അങ്ങനെ ഒരു സമരം ദുർവ്യാഖ്യാനം ചെയ്യപ്പെടുക? സ്വാഭാവികമായും ഇവിടെ ഞങ്ങൾ നടത്തുന്ന സമരം, ഇവിടെ നമ്മുടെ മുൻപിലുള്ള ഒരു വിഷയമുണ്ടല്ലോ, അദ്ദേഹം ഏതോ ഒരു പൊതുചടങ്ങിൽ നിലവിളക്ക് കൊളുത്താൻ വിസമ്മതിച്ചു എന്നൊരു പ്രശ്നം, അതിനെ ആസ്പദമാക്കിക്കൊണ്ടുള്ള പ്രതിഷേധമല്ല ഞങ്ങൾ സംഘടിപ്പിക്കുന്നത്. ഞങ്ങൾ സംഘടിപ്പിക്കുന്ന പ്രതിഷേധം പാഠപുസ്തക വിതരണം അട്ടിമറിച്ചത് സംബന്ധിച്ചുള്ള വിഷയമാണ്, മറ്റേതല്ല. അത് സംബന്ധിച്ചുള്ള ചർച്ചയാണെങ്കിൽ അതിൽ ഞങ്ങൾക്ക് അഭിപ്രായമുണ്ട്. ഇപ്പോൾ എല്ലാ സർക്കാർ പരിപാടികളും നിലവിളക്ക് കൊളുത്തി തന്നെ ഉദ്ഘാടനം ചെയ്യണമെന്ന് എവിടെ നിയമമില്ല. അപ്പൊ ഏതെങ്കിലും ഒരാൾ അയാളുടെ മതവിശ്വാസത്തിന് അത് എതിരാണെന്ന് പറഞ്ഞാൽ, അല്ല നിങ്ങൾ കൊളുത്തിയേ തീരൂ എന്നൊന്നും പറയുന്ന ഒരു നിലപാട് ഞങ്ങൾ ഒരു കാലത്തും സ്വീകരിച്ചിട്ടുമില്ല. EMS ഉൾപ്പെടെയുള്ളവർ അക്കാര്യത്തിൽ ഇടതുപക്ഷ രാഷ്ട്രീയ നിലപാടുകൾ മുൻപ് വിശദീകരിച്ചിട്ടുള്ളതാണ്. നിലവിളക്ക് കൊളുത്താൻ ആഗ്രഹിക്കുന്നവർ അത് കൊളുത്താനും, അത് കൊളുത്താൻ താല്പര്യമില്ലാത്തവർക്ക് അത് കൊളുത്താതിരിക്കാനും എല്ലാമുള്ള സ്വാതന്ത്ര്യം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടെന്ന് തന്നെയാണ് ഞങ്ങൾ എക്കാലവും കരുതിയിട്ടുള്ളത്. പാഠപുസ്തക വിതരണം അട്ടിമറിച്ചതിനെതിരായ ഒരു സമരത്തിൽ ഇങ്ങനെ ഒരു പ്രതിഷേധ രീതി അവലംബിച്ചതോടെ അത് പലരും തെറ്റിദ്ധരിക്കാനിടയായിട്ടുണ്ട്. ചിലരുടെ ധാരണ ഇയാൾ പൊതുവേദിയിൽ നിലവിളക്ക് കൊളുത്താത്തതിനെതിരെയുള്ള സമരമാണെന്ന് പോലും അത് വ്യാഖ്യാനിക്കപ്പെട്ടു. പിന്നീട് അതിനെ സംബന്ധിച്ച് കാട് കയറിയ ചർച്ചകൾ. അപ്പൊ ഞങ്ങൾ ഇപ്പോ ഉദ്ദേശിക്കുന്നത് അത്തരത്തിൽ ഈ വിഷയം മുന്നോട്ട് പോകുന്നതല്ല. പാഠപുസ്തക വിതരണം അട്ടിമറിച്ചതാണ് പ്രധാനപ്പെട്ട വിഷയം. ശ്രീ എം സ്വരാജ്, എങ്ങനെയാണ് ഡിവൈഎഫ്ഐ പോലുള്ള ഒരു സംഘടനയുടെ, ഇപ്പോൾ താങ്കൾ പറഞ്ഞു EMSന് ഒരു നിലപാടുണ്ട്, അബ്ദുൾ റബ്ബിന് വേണമെങ്കിൽ നിലവിളക്ക് കൊളുത്താം കൊളുത്താതിരിക്കാം, അത് വിശ്വാസത്തിൻ്റെ പ്രശ്നമാണ്, അതത് വ്യക്തികൾക്കത് തീരുമാനിക്കാം. അത് ശരിയായിരിക്കെ ഡിവൈഎഫ്ഐയുടെ കോഴിക്കോട് ഒരു ഘടകം എങ്ങനെയാണ് ഇത്തരമൊരു സമരം അബ്ദുൾ റബ്ബിനെതിരെ ഉയർത്തുക? എങ്ങനെ അത് കഴിഞ്ഞു? നിങ്ങൾ കേന്ദ്ര സംസ്ഥാന നേതൃത്വങ്ങൾ അംഗീകരിക്കാതെ അങ്ങനെ ഒരു സമരം എങ്ങനെ നടത്താൻ കഴിഞ്ഞു? അല്ല, അതില് അങ്ങനെ ഒരു ചർച്ചയിലേക്ക് പോകുന്നതിലൊന്നും അർത്ഥമില്ല. ഒരു സ്ഥലത്ത് അദ്ദേഹം വരുന്നു, ഈ മന്ത്രി വരുന്നു, അവിടെയുള്ള ഒരു പ്രതിഷേധം, അവിടുത്തെ ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ ഒരു പ്രതിഷേധം, അവരൊരു പക്ഷെ ഇത് വികസിക്കുന്നതിന്റെ എല്ലാ വശങ്ങളെയും സംബന്ധിച്ച് ആധികാരികമായി അത്ര കൂലങ്കുഷമായിട്ടൊന്നും അവർ ചിന്തിച്ചിട്ടുണ്ടാവില്ല. അവർ സ്വദേശമായി ചെയ്തതാണ്. അതിനെ തള്ളിപ്പറഞ്ഞു എന്ന നിങ്ങളുടെ പ്രയോഗത്തോട് തന്നെ എനിക്ക് യോജിപ്പില്ല. ഞങ്ങൾ തള്ളിപ്പറയല്ല ചെയ്തത്. സ്വദേശപൂർണമായി അവർ നടത്തിയ ഒരു സമരത്തെ ദുഷ്ടലാക്കോടെ ചില കേന്ദ്രങ്ങൾ ദുർവ്യാഖ്യാനം ചെയ്യാനിടയായി. അത് അവരുടെ കുഴപ്പമല്ല ശരിക്കും. അല്ല, ശ്രീ എം സ്വരാജ്, ശരിയായ രീതിയിൽ സതുദ്ദേശത്തോടുകൂടി ഡിവൈഎഫ്ഐയുടെ കോഴിക്കോട് ഒരു ബ്ലോക്ക് കമ്മിറ്റി നടത്തിയ ഒരു സമരത്തെ
ആരാണ് എങ്ങനെയാണ് ദുർവ്യാഖ്യാനം ചെയ്തത്? അത് നമ്മുടെ സമൂഹത്തിൽ അതിനെ തുടർന്നുണ്ടായ ഒരുപാട് ചർച്ചകളുണ്ട്. അതിന്റെ എല്ലാ സൂക്ഷ്മാംശങ്ങളും ഇപ്പൊ എനിക്കിവിടെ വിശദീകരിക്കണം തോന്നുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, ഈ സമരം തന്നെ ഒരു പൊതു ചടങ്ങിൽ അബ്ദുറബ്ബ് നിലവിളക്ക് കൊളുത്താൻ വിസമ്മതിച്ചതിനെതിരായിട്ടുള്ള പ്രതിഷേധമാണെന്ന് പോലും അത് വ്യാഖ്യാനിക്കപ്പെട്ടു. അതല്ല ശരി. അത് പാഠപുസ്തകം അട്ടിമറിച്ചതിനെതിരായി അദ്ദേഹത്തിന്റെ നേർക്ക് നടക്കുന്ന പ്രതിഷേധത്തിന്റെ ഒരു രൂപം മാത്രമായിട്ടാണ് ഇത് വന്നത്. അപ്പൊ ഞങ്ങൾ ഉദ്ദേശിക്കാത്ത കാര്യങ്ങൾ ഇതിൽ ആരോപിക്കപ്പെടുന്ന ഒരു സ്ഥിതിയൊക്കെ ഉണ്ടായി നമ്മുടെ സമൂഹത്തിൽ. അപ്പൊ അങ്ങനെ എല്ലാവർക്കും വ്യാഖ്യാനിക്കാനും അവരവരുടെ താല്പര്യത്തിനനുസരിച്ച് വളച്ചൊടിക്കാനുമുള്ള ഒരു സ്ഥിതിയായിട്ട് ഇത് മാറാൻ പാടില്ലല്ലോ. അപ്പൊ അതിൽ ഞാൻ വ്യക്തത വരുത്തിയെന്നേ ഉള്ളൂ. ഇത് ഞങ്ങൾ അങ്ങനെ സംസ്ഥാന വ്യാപകമായിട്ട് തീരുമാനിച്ച സമരമല്ല. അത് ദുർവ്യാഖ്യാനത്തിന് ഇട കൊടുക്കുന്നതുകൊണ്ട് ഞങ്ങൾ അത് തുടരാനും ഉദ്ദേശിക്കുന്നില്ല. അത് അവിടുത്തെ ഒരു ഘടകം നടത്തിയ ഒരു സമരമാണെന്ന നിലയ്ക്ക് അതിൽ വ്യക്തത വരുത്തിയതാണ്. ദയവായി താങ്കൾ ടെലിഫോൺ ലൈനിൽ തുടരണം. ശ്രീ ഭാസുരേന്ദ്ര ബാബു, ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നിലവിളക്ക് RSSന്റെ അല്ലെങ്കിൽ സംഘപരിവാറിൻ്റെ അല്ലെങ്കിൽ ഹിന്ദുത്വയുടെ മാത്രം പ്രതീകമായി മാറിയിട്ടുണ്ടോ? നിലവിളക്ക് കൊളുത്തി ഒരു സമരം ചെയ്താൽ ആ സമരത്തെ തെറ്റായ രീതിയിൽ പൊതുസമൂഹം ചിത്രീകരിക്കും, അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കും, അങ്ങനെ ഒരു ചർച്ച ഉയർന്നു വന്നു എന്നതുകൊണ്ട് ആ സമരത്തെ ആ രീതിയിൽ ദുർവ്യാഖ്യാനം ചെയ്യപ്പെടാനിടയുള്ള ഒരു സമരം എന്ന നിലയിൽ അത് തുടരേണ്ടതില്ല എന്ന് DYFI തീരുമാനിക്കുന്നു. നിലവിളിക്കിനെ RSSന് സംഘപരിവാറിന് വിട്ടുകൊടുക്കേണ്ടതുണ്ടോ? അല്ല, അതിനകത്ത് ഈ ഹൈന്ദവ സംസ്കാരം അല്ലെങ്കിൽ ഹൈന്ദവ ചടങ്ങുകൾ ഇതുമായി ബന്ധിപ്പിച്ചാണ് നിലവിളക്ക് നമ്മുടെ ക്ലാസിക്കുകളിലും അതുപോലെ തന്നെ നമ്മുടെ പരിചയങ്ങളിലും ഒക്കെ ഉപയോഗിക്കപ്പെടുന്നത് എന്നൊരു വസ്തുതയാണ്. പക്ഷേ കേരളത്തിൽ സംബന്ധിച്ച് നിലവിളക്കിനെ ഒരു ഹൈന്ദവ പ്രതീകമായി കാണുന്ന രീതി മലയാളിക്കില്ല എന്ന് പറയുമ്പം അതിന്റെ ഒരു അവസ്ഥ ഈ ചില ഏതെങ്കിലും മതവിഭാഗത്തിന്റെ ഒരു ചിഹ്നമായി ഈ നിലവിളക്കിനെ കാണുന്ന അവസ്ഥയിൽ നിന്ന് എത്രയോ മുന്നോട്ട് കേരളീയ സമൂഹം സഞ്ചരിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതിന്റെ ഭാഗമായി ഒരുപക്ഷെ 15-ാം നൂറ്റാണ്ട് മുതലെങ്കിലും ഇതര മതസംഘടനകൾ, മതവിഭാഗങ്ങൾ നിലവിളക്കിനെ അവരുടെ ആരാധനാലയങ്ങളിൽ കൊളുത്തി വെച്ച് സൂക്ഷിക്കുന്നതും നമുക്ക് കാണാൻ കഴിയും. അത് ഇസ്ലാം ആയാലും അതുപോലെ ക്രിസ്ത്യാനികളായാലും അവരുടെ പള്ളിയിലും മോസ്കിലും ഒക്കെ നിലവിളക്ക് കത്തിക്കുന്ന ഒരു സംസ്കാരം രൂപപ്പെടുകയും ചെയ്തു. അത് സാംസ്കാരിക വിനിമയത്തിന്റെ ഭാഗമായി ഉണ്ടായ ഒരു ഇന്റഗ്രിറ്റിയാണ്. ആ ഇന്റഗ്രിറ്റിയാണ് യഥാർത്ഥത്തിൽ കേരളത്തിന്റെ സംസ്കൃതിയായി, മതേതര സംസ്കൃതിയായി മാറുകയും അതിന്റെ പ്രതീകമായി നിലവിളക്ക് മാറുകയും ചെയ്ത ഒരു അവസ്ഥാന്തരം കേരളത്തിൽ സംഭവിച്ചിട്ടുണ്ട്. ആ അവസ്ഥയെയാണ് സത്യത്തിൽ ഈ ചർച്ചകളെല്ലാം തന്നെ അട്ടിമറിക്കുന്നത്. യഥാർത്ഥത്തിൽ മുസ്ലിം ലീഗിന്റെ ആളുകൾ ആ നിലവിളക്ക് കൊളുത്തുന്നതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കേണ്ട കാര്യമില്ല. മമ്മൂട്ടി അതിന് മറുപടി പറയുന്നതോടെ, റബ്ബിനോട് മറുപടി പറയുന്നതോടെ ആ പ്രശ്നം അവിടെ തീരുന്നു. അതിനുശേഷം അതൊരു ചർച്ചാ പ്രമേയമാകാത്ത വിധത്തിലാക്കേണ്ട കാര്യമില്ലാത്ത വിധത്തിൽ അക്കാര്യത്തിൽ ഇന്റഗ്രേഷൻ നമ്മുടെ ഇടയിൽ സംഭവിച്ചിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നീടാണ് ഈ മതന്യൂനപക്ഷ വിഭാഗങ്ങളെ ഇരയാക്കുന്ന RSS അജണ്ടയൊക്കെ വരുന്നത്. അപ്പോഴാണ് ഇത് വീണ്ടും പൊന്തി വരുന്നത്. ഏതായാലും മലയാളത്തിൽ അത് ഒരു ഇഷ്യൂ ആകാതെ പോകും എന്ന് തന്നെ ഞാൻ കരുതുന്നു. അതുകൊണ്ട് തന്നെ DYFI അത്തരം നിലവിളക്കിനെ ഉപകരണമാക്കി ഒരു പ്രക്ഷോഭം സംഘടിപ്പിക്കേണ്ട ആവശ്യമേ ഇവിടെയില്ല. വീണ്ടെടുക്കപ്പെടേണ്ടത് മതേതരത്വമാണ്, നിലവിളക്കല്ല. ദയവായി തുടരുക. ശ്രീ VV രാജേഷ്, നിലവിളക്ക് അത് കത്തിക്കുന്നത് അതല്ലെങ്കിൽ അതിനെ ഒരു സമരായുധമാക്കുന്നത് അത് കേരള സമൂഹത്തിൽ ഒരു ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് സഹായകമാണ്, അതിൻ്റെ വളർച്ചയ്ക്ക് സഹായകമാണ് എന്ന വിലയിരുത്തൽ പൊതുവിൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്കിടയിൽ ശക്തമാണ്. അതുകൊണ്ടാണ് അബ്ദുറബ്ബിനെതിരെ ആരംഭിച്ച വിദ്യയുടെ ഒരു തെളിച്ചം, ഈ പാഠപുസ്തകം വൈകിപ്പിക്കുന്ന വിദ്യാർത്ഥികളെ വിദ്യാഭ്യാസത്തിൽ നിന്ന് മാറ്റി നിർത്തുന്ന വിദ്യാഭ്യാസ മന്ത്രിക്ക് ഒരു വെളിച്ചം പകരുക എന്ന രീതിയിൽ DYFI തുടങ്ങിയ സമരരൂപം അത് തെറ്റിദ്ധരിക്കപ്പെടും എന്ന നിലയിൽ അവർ അതിൽ നിന്ന് പിന്മാറിയത്. തീർച്ചയായും DYFI കോഴിക്കോട് നടത്തിയ സമരരീതി സൂക്ഷ്മമായി വിലയിരുത്തുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് സ്വരാജ് പറഞ്ഞതുപോലെയല്ല. കാരണം ഈ സമരം നടന്ന അതേ ദിവസം ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ഫക്രുദ്ദീൻ അലിയും DYFIയുടെ നേതാവായിട്ടുള്ള ശ്രീ റിയാസും ഞാനും പങ്കെടുത്ത ഏഷ്യാനെറ്റിന്റെ ചാനൽ ചർച്ചയിൽ ഇപ്പോൾ സ്വരാജ് പറഞ്ഞതുപോലെ ഞങ്ങൾ അറിയാതെ പ്രാദേശിക ഘടകം സംഘടിപ്പിച്ചതാണ് എന്ന് റിയാസ് പറഞ്ഞിട്ടില്ല.
1 മണിക്കൂർ നീണ്ടുനിന്ന ചർച്ചയിലൊക്കെ തന്നെ അത് ഞങ്ങൾ തീരുമാനിച്ച സമര രീതിയായിരുന്നു എന്ന നിലയ്ക്കായിരുന്നു മുഹമ്മദ് റിയാസ് ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് അഭിപ്രായം പറഞ്ഞിരുന്നത്. അന്ന് ഞങ്ങൾ പറഞ്ഞത്, BJPയുടെ ഭാഗത്തുനിന്ന് അഭിപ്രായപ്പെട്ടത്, അരുവിക്കര തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ വലിയൊരു ശതമാനം ഹിന്ദു ജനവിഭാഗം CPM-ൽ നിന്നും അകലുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ വോട്ടുകൾ എങ്ങനെ തിരിച്ചു പിടിക്കാം എന്ന ഒരു ചിന്തയുടെ അടിസ്ഥാനത്തിലാണ്, എന്നാൽ നിലവിളക്കിനെ ഞങ്ങൾ സ്നേഹിച്ചു കളയാം എന്ന് പറഞ്ഞുകൊണ്ട് DYFIക്കാർ സമരം തുടങ്ങിയത് എന്നായിരുന്നു ഞങ്ങളുടെ കാഴ്ചപ്പാട് പങ്കുവച്ചത്. അതിനുശേഷം കഴിഞ്ഞ 2-3 ദിവസമായി CPM-ന്റെ എല്ലാ തലങ്ങളിലും നടക്കുന്ന ചർച്ചകളിലനുസരിച്ച് കൂടുതൽ നിലവിളക്കിനെയും ഈ രാജ്യത്തിന്റെ മാനബിന്ദുക്കളെയും സ്നേഹിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ അണികൾ, അങ്ങനെയാണെങ്കിൽ പിന്നെ CPM-ന്റെ ആവശ്യമില്ലല്ലോ, അതിനെ പ്രകീർത്തിക്കുന്ന അല്ലെങ്കിൽ അതിനുവേണ്ടി ജീവിക്കുന്ന ഇവിടുത്തെ പ്രസ്ഥാനങ്ങൾ പോരെ, അങ്ങനെ ചിന്തിച്ച അണികളുടെ ഒഴുക്ക് കൂടുതലാകുമെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് വളരെ വ്യക്തമായി സ്വരാജ് ഇന്ന് ഇക്കാര്യം നേരെ തിരിച്ചു പറയാൻ തയ്യാറായത്. ഇപ്പോൾ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് CPIM-നും DYFIയുടെയും നേതാക്കന്മാർക്ക് സംഭവിച്ചിരിക്കുന്ന ഒരു ചെറിയൊരു ഒരു മാനസിക വിഭ്രാന്തി എന്ന് ഞാൻ പറഞ്ഞാൽ കൂടിപ്പോകും. പക്ഷേ അവർക്കൊരു മനോനിലയിൽ ഒരു പ്രശ്നമുണ്ട്. അതായത് ഏത് രീതിയിലാണ് വോട്ട് ചോർച്ച തടയാൻ സാധിക്കുന്നത്. ആദ്യം നിലവിളക്ക് കൊളുത്തി നോക്കി, പിന്നീട് പറഞ്ഞു ഞങ്ങൾ തീരുമാനിച്ചല്ല എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞു നോക്കി. ഞാൻ മറ്റൊരു കാര്യം സൂചിപ്പിക്കുന്നത്, ഇവിടെ മഹാരാഷ്ട്രയിൽ ഗോവധം നിരോധിച്ചപ്പോൾ നാട് മുഴുവനും തങ്ങൾക്ക് ശക്തിയുള്ള സ്ഥലങ്ങളിൽ ബീഫ് ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചുകൊണ്ട് ഹൈന്ദവ ജനവിഭാഗത്തിന്റെ മനസ്സ് വേദനിപ്പിക്കുവാൻ വേണ്ടി 1ാം സ്ഥാനത്ത് നിന്നത് DYFI ആയിരുന്നു. അന്ന് യാതൊരു തരത്തിലുള്ള വേദനയും അന്ന് ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് എല്ലാ കാലത്തും രാജ്യത്തെ ഭൂരിപക്ഷ സമുദായങ്ങളെ അവഹേളിക്കുവാനും അധിക്ഷേപിക്കുവാനും മുൻകൈയെടുത്തതിന്റെ ഫലമായിട്ടാണ് ഭൂരിപക്ഷ സമുദായം ഈ പ്രസ്ഥാനങ്ങളിൽ നിന്നും അകന്നു പോകുവാൻ കാരണം. ഇവിടെ സ്വരാജ് പറഞ്ഞത്, ഞങ്ങൾ വളരെ ശുദ്ധഗതിയിൽ ഞങ്ങളുടെ ഒരു പ്രാദേശിക ഘടകം സംഘടിപ്പിച്ച പരിപാടി തെറ്റായി വ്യാഖ്യാനിച്ചു. ഇത് പറഞ്ഞത് കേട്ടാ തോന്നും അവിടെയുള്ള മാധ്യമപ്രവർത്തകരോ മറ്റു രാഷ്ട്രീയക്കാരോ ആണ് നിലവിളക്കും എണ്ണയും തീപ്പെട്ടിയോ അല്ലെങ്കിൽ ലൈറ്റർ വെച്ചാണ് അവർ കത്തിച്ചിട്ടുള്ളത്. ഈ ലൈറ്ററും ഒക്കെ കൈ കൊണ്ടുകൊടുത്തിട്ട് സഖാക്കന്മാരെ ഒന്ന് കത്തിക്കുമെന്ന് പറഞ്ഞത് ഇതൊക്കെ ചെയ്തത് നിങ്ങളാ, ഇതൊക്കെ തീരുമാനമെടുത്തത് നിങ്ങളാ. എനിക്ക് DYFI സുഹൃത്തുക്കളോട് പറയാനുള്ളത്, നിലവിളക്ക് കത്തിക്കുന്നുവെങ്കിൽ അതിന്റെ ഒരു പരിഭാവനതയോടെ കത്തിക്കണം. ഇവിടെ നേരത്തെ ശ്രീ ഭാസുരേന്ദ്ര ബാബു അദ്ദേഹം പറഞ്ഞു, ഹൈന്ദവ ക്രൈസ്തവ ഇസ്ലാമിക ആരാധനാലയങ്ങളിൽ ഈ വിളക്ക് തെളിയിക്കുന്ന പതിവുണ്ട്. ഇത് ഹിന്ദുവിന്റെ ഒരു അടയാളം എന്നുള്ളതല്ല, ഹിന്ദു സംസ്കാരത്തിന്റെ, ഹിന്ദു ആചാരക്രമത്തിൽ മാത്രമല്ല ആ സംസ്കാരം പിന്തുടരുന്നതിന്റെ ഭാഗമായിട്ടാണ് നിലവിളക്ക് തെളിക്കുന്നത്. ആ നിലവിളക്ക് എവിടെയും എന്തും ചെയ്ത് ഒരു സമരായുധം എന്ന് ആക്കി ഉപയോഗിക്കുന്നതിന് പകരം അതിന്റെ ഒരു പരിഭാവനത്വം കാത്തു സൂക്ഷിക്കുവാൻ വേണ്ടി തയ്യാറാകണം. ഇവിടെ ഞാൻ കഴിഞ്ഞ ചർച്ചയിലും പറഞ്ഞു, കുറെ കാലങ്ങൾക്ക് മുമ്പ് വിവേകാനന്ദ ജയന്തി കൊല്ലത്ത് SN കോളേജിൽ ആചരിച്ച സമയത്ത് ആ ചടങ്ങുമായി ബന്ധപ്പെട്ട് നിലവിളക്കും വിവേകാനന്ദന്റെ ചിത്രവും വെച്ചപ്പോൾ ആ നിലവിളക്കിനെ എടുത്ത് തറയിലടിച്ച് വിവേകാനന്ദന്റെ ചിത്രവും 98-99 കാലഘട്ടത്തിലാണ് ഞാൻ പറയുന്നത്, വിവേകാനന്ദന്റെ ചിത്രവും തീയിട്ട് ആ പരിപാടി സംഘടിപ്പിച്ച ആളുടെ മുണ്ടുരിഞ്ഞ് കൊല്ലത്ത് SN കോളേജിൽ നിന്ന് വിട്ടതാണ് ഇവിടുത്തെ SFIക്കാർ. അന്ന് ആ സമരവുമായി ബന്ധപ്പെട്ട് ഞാൻ അവിടെ പോയിരുന്നു. ഇന്ന് വോട്ട് ബാങ്ക് രാഷ്ട്രീയം പിടിച്ചു നിർത്തുവാൻ വേണ്ടി ആ നിലവിളക്കിനെ സമര ആയുധമാക്കി മാറ്റുന്നുവെങ്കിൽ അത് നിങ്ങളുടെ ഒരു തകർച്ചയുടെ തുടക്കമാണെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. സ്വരാജ് ഇനിയെങ്കിലും ശ്രീ ഫക്രുദ്ദീൻ അലി, മതബിംബങ്ങൾ, ചിഹ്നങ്ങൾ, അത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ കേരളത്തിൽ ധാരാളമായി അവസരോചിതമായി ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ തെയ്യം അല്ലെങ്കിൽ ക്ഷേത്രാചാരമായ ചെണ്ടയുടെ ഉപയോഗം, ഇതെല്ലാം തന്നെ CPIM-ന്റെയും DYFIയുടെയും റാലികളിൽ, അവരുടെ സമ്മേളനങ്ങളിൽ ധാരാളമായി കാണാം. അതുപോലെ തന്നെ ഇപ്പോൾ ചാവറയച്ചനെ CPM സമ്മേളനവുമായി ബന്ധപ്പെട്ട് വിശുദ്ധനാക്കപ്പെട്ടവർ അവരുടെ വേദിയിലേക്ക് കടന്നു വരുന്നു. വിമോചന സമരത്തിലെ അതുപോലെ മന്നത്ത് പത്മനാഭൻ അദ്ദേഹത്തെ ഇതിലേക്ക് കൊണ്ടുവരുന്നു. അപ്പോൾ അവസരോചിതമായി മതബിംബങ്ങൾ രാഷ്ട്രീയ പാർട്ടികൾ സമരത്തിനും സമ്മേളനത്തിനും ഉപയോഗിക്കുന്നുണ്ടോ? അതല്ലെങ്കിൽ ഇപ്പോൾ VV രാജേഷിൻ്റെ ഇതിനോടുള്ള എതിരഭിപ്രായം എന്താ? അത് വളരെ ഭദ്രമായി ആചാരങ്ങളിൽ ഉപയോഗിക്കേണ്ടതാണ്, നിലവിളക്ക് സമരായുധമാക്കേണ്ടതല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഇതിനെ ഇടയ്ക്ക് ഉപയോഗിക്കുക, തള്ളിക്കളയുക, നിലവിളക്ക് കൊടുത്തുക, അതിനുശേഷം കെടുത്തുക, ഈ രീതിയിൽ വളരെ അവസരവാദപരമായി മതബിംബങ്ങളും ചിഹ്നങ്ങളും ഉപയോഗിക്കുന്നുണ്ടോ? അത് മുമ്പ് പല സമയത്തും എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം വെച്ചാൽ, കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഇന്ത്യയുടെ ഒരു സവിശേഷമായ സാഹചര്യങ്ങളിലെ ഒരു സാംസ്കാരികമായിട്ടുള്ള ശീലങ്ങൾ അവഗണിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്.
ഉത്തരേന്ത്യയിലൊക്കെ പോലെ ഇത്തരം കടുംപിടുത്തങ്ങൾ കൊണ്ട് തന്നെ ഉത്തരേന്ത്യയിലെ ജനസാമാന്യത്തിലേക്ക് കടന്നു ചെല്ലാൻ അവരെ സ്വാധീനിക്കാനോ പറ്റിയിട്ടില്ല. മുമ്പ് എൻ്റെ ഒരു കോളേജ് പഠിച്ച സമയത്ത് 2004 ഞാൻ MA ബേബി ആയിട്ട് സംസാരിച്ചു. ബേബി ഈ ഒരു ആശങ്ക എന്നോട് പങ്കുവെക്കേണ്ടത് നമ്മൾ ഈ ചില കടുംപിടുത്തങ്ങളെല്ലാം വിട്ട് സാംസ്കാരികമായ നോംസിനെയും ബ്രാഹ്മണികമായ എലമെന്റിനെയും രണ്ടായി കാണുമെന്ന് പറയുണ്ടായി. ആ ഒരു സമീപനമാണ് മുമ്പേ സ്വീകരിക്കേണ്ടതായിരുന്നു. അപ്പോൾ ഈ നിലവിളക്കിൻ്റെ കാര്യത്തിലും അതുപോലെ പാർട്ടി സമ്മേളനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് എസ്പെഷ്യലി നമ്മുടെ കണ്ണൂർ ഭാഗത്തെല്ലാം തന്നെ തെയ്യം പോലെയുള്ള കലാരൂപങ്ങളെല്ലാം ഒളിച്ചു ചേർക്കുന്നത് സ്വാഭാവികമായിട്ട് ആ സാംസ്കാരികമായിട്ടുള്ള നമ്മുടെ ശീലങ്ങളെ അത് മതപരമായി കാണേണ്ടതില്ല, അത് പാർട്ടി അംഗീകരിക്കുന്നതിൻ്റെ ഒരു അടയാളമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പം കോൽക്കണി പലപ്പോഴും സമ്മേളനങ്ങൾ ഉപയോഗിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് മലബാർ പ്രദേശങ്ങളിൽ. അത് ആ രീതിയിൽ തന്നെ കണ്ടാൽ മതി. നമ്മൾ ആദ്യം ഒരു മതപരമായിട്ടുള്ള ചിഹ്നങ്ങൾ മതവും സംസ്കാരവും രണ്ടാണ് എന്നുള്ള ഒരു ബോധത്തിന് പുറത്ത് വേണം നമ്മൾ പെരുമാറാൻ. പല സമയത്തും മതപരവും സാംസ്കാരികമായിട്ടുള്ള ശീലങ്ങളും ആചാരങ്ങളും ചിലപ്പം കൂടിക്കൊഴിഞ്ഞെന്ന് വരും. അത് സാംസ്കാരികമായിട്ടുള്ള എലമെന്റിന് നമ്മൾ പ്രാധാന്യം കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കോഴിക്കോട്, എൻ്റെ നാടായ കോഴിക്കോട് DYFI ഈ രീതിയിലുള്ള ഒരു സമര രീതിയുമായി മുന്നോട്ട് വന്നവർ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച ഒരാളാണ് ഞാൻ. ഒന്നാമത് നമ്മുടെ സാംസ്കാരികമായിട്ടുള്ള എലമെന്റ് എന്ന് വെച്ചാൽ ഈ നിലവിളക്ക് ഹിന്ദു സമുദായത്തിൻ്റെ ഹൈന്ദവ സമുദായത്തിൻ്റെ ഒരു മാത്രം ശീലമായെന്ന് കരുതേണ്ട ആവശ്യമില്ല. അറയ്ക്കലിലെ രാജകുടുംബം, മുസ്ലിം രാജകുടുംബം ഇത് ഉപയോഗിച്ചിട്ടുണ്ട്. അന്ന് റിയാസ് തന്നെ ഞങ്ങൾ പങ്കെടുത്ത ചർച്ചയിൽ 2 മുസ്ലിം പള്ളികളുടെ കാര്യം എടുത്തു പറഞ്ഞുകൊണ്ട് ഇത് ഹിന്ദുക്കളുടെ കുത്തകയല്ല രാജേഷ എന്ന് പറഞ്ഞുകൊണ്ട് കൃത്യമായി പൊന്നാനി പള്ളി വേറൊരു പള്ളി 2 പള്ളികൾ പറഞ്ഞുകൊണ്ട് അവിടെ കത്തിക്കുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായി. ഇവിടെ മുസ്ലിങ്ങൾ ഈ ഒരു നിലവിളക്ക് കത്തിക്കുന്ന ഒരു ശീലം മുസ്ലിങ്ങൾ ഉപേക്ഷിച്ചത് സലഫിസത്തിന്റെ സൗദി അറേബ്യ കേന്ദ്രീകൃതമായിട്ടുള്ള സലഫിസ്റ്റ് ഐഡിയോളജിയുടെ വരവോട് കൂടിയിട്ടാണ്. ഈ സലഫികളല്ല കേരളത്തിലെ മുസ്ലിങ്ങളുടെ അന്തർധാരം നിർണ്ണയിക്കേണ്ടത്, മറിച്ച് ഇവിടെ തന്നെ രൂപം കൊണ്ടുവരുന്ന മാപ്പിള ഐഡിയോളജിയാണ്. മാപ്പിള ഐഡിയോളജി നിലവിളക്കിന് സ്ഥാനമുണ്ട്. സ്വാഭാവികമായിട്ടും നമ്മുടെ സാംസ്കാരികമായ ഒരു സത്യത്തെ വീണ്ടെടുക്കാനുള്ള ശ്രമമായിട്ടാണ് ഞാൻ ഒന്നത് കണ്ടത്. രണ്ടാമത് എന്ന് വെച്ചാൽ സലഫീസം പോലെ ഒരേ സമയം ഹിന്ദുത്വം പോലെ തന്നെ സലഫീസം വലിയ ഭീകരവാദമാണ്, അപ്പം അല്ലെ തീവ്രവാദമാണ്. അപ്പോൾ അതിനെതിരെയുള്ള ഒരു ചെറുത്തുനിൽപ്പ് കൂടിയായിട്ട് ഞാനത് കണ്ടത്. രണ്ടാമത് ഞാനതിനെ കണ്ടത് പുതിയ കാലഘട്ടത്തിലെ സമര രീതികൾ മാറേണ്ടതായിട്ടുണ്ട്. അടുപ്പ് കൂട്ടി സമരം, അതുപോലെ തന്നെ ഈ ഒരു സമരം, ബീഫ് ഫെസ്റ്റിവൽ, ഇങ്ങനെ. അതുപോലെ അന്ന് ശിവരാമകൃഷ്ണനോട് ബീഫ് ഫെസ്റ്റിവൽ നടത്തിയപ്പോൾ ചോദിക്കൂ സ്വാമിജി, അന്നപ്പം എന്താണ് നിങ്ങൾ ഈ പോക്ക് ഫെസ്റ്റിവൽ നടത്തുമോ? അങ്ങനെ നടത്തേണ്ടി വന്നാൽ അത് ഞങ്ങൾ നടത്തും എന്നായിരുന്നു ശിവരാമകൃഷ്ണൻ്റെ ശക്തമായിട്ടുള്ള എന്താ പറയുക ആത്മവിശ്വാസത്തോടുകൂടിയുള്ള ആത്മാർത്ഥതയോടുകൂടിയുള്ള പ്രതികരണം. ആ രീതിയിൽ സാംസ്കാരികമായിട്ടുള്ള ചിഹ്നങ്ങളെ മതപരമായി ഉപയോഗിച്ച് കൊണ്ടു നടത്തുന്ന പ്രതിലോമ ശക്തികൾ നടത്തുന്ന വെല്ലുവിളികൾ ആ രീതിയിൽ തന്നെ തിരിച്ചടിക്കേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെ ഞാനിത് കണ്ടത്. രണ്ടാമത് ഇപ്പോൾ പാഠപുസ്തകമായിട്ട് ബന്ധപ്പെട്ട സമരം, ഈ SFI പാഠപുസ്തകവുമായി ബന്ധപ്പെട്ട് നടന്ന സമരത്തിൽ പഠിപ്പ് മുടക്ക് ഒഴിവാക്കിയതിന് ഏറ്റവും കൂടുതൽ പിന്നെ അതിനെ അഭിനന്ദിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം പഠിപ്പ് മുടക്കിയുള്ള സമരം മൊത്തം സമ്പദ് വ്യവസ്ഥയും കുട്ടികൾക്കും ദോഷമേ ചെയ്യുള്ളൂ. എന്നാൽ അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ നിന്ന് മാർച്ച് ആത്യന്തികമായിട്ട് എന്താ ഉണ്ടായത്? ഈ സമരവുമായിട്ട് ബന്ധപ്പെട്ട് രംഗത്ത് വന്ന ആളുകളെ പറ്റി നെഗറ്റീവായിട്ടുള്ള ഇംപ്രഷൻ ഉണ്ടാക്കിയത്. അതിനേക്കാൾ എത്രയോ ഭേദമാണ് ഇത്തരം രീതിയിലുള്ള പുതിയ സമരരൂപങ്ങൾ, പുതിയ കാലഘട്ടം അതാണ് ആവശ്യപ്പെടുന്നത്. പിന്നെ ഈ ഒരു പ്രത്യേക ആചാരങ്ങൾ വിളക്ക് കൊളുത്തലുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പിന്നെ എൻ്റെ ശീലങ്ങൾ, സാംസ്കാരികമായ ശീലങ്ങൾ പരിശുദ്ധി നശിപ്പിക്കുന്നത് പറയുന്നത് എത്രത്തോളം ശരിയുണ്ടെന്ന് എനിക്കറിയില്ല. കാരണം ഒരിക്കലും ഞാൻ കൊട്ടാരത്തിൽ ഈ മതപരമായ ചിഹ്നങ്ങൾ മാറട്ടെ, നിലവിളക്ക് പോലുള്ള എല്ലാവരും ഏതാണ്ട് ഭൂരിപക്ഷം ആളുകളും വലിയ വിരക്തിയില്ലാതെ ഉപയോഗിക്കുന്ന ഇത്തരം കാര്യങ്ങൾ, അത് എന്തുകൊണ്ടാണ് ഒരു ഭാഗത്ത് തെയ്യവും ചെണ്ടയും അതെല്ലാം ഇപ്പോൾ ഫക്രുദ്ദീൻ അലി പറഞ്ഞ പോലെ കോൽകളിയും എല്ലാം ഉപയോഗിക്കുന്നു, മറുഭാഗത്ത് നിലവിളക്ക് അതിനെ മാറ്റി നിർത്താം, അത് സംഘപരിവാർ കൊണ്ടുപോയിക്കോട്ടെ? ക്ഷേത്രങ്ങളിൽ പലപ്പോഴും ക്ഷേത്ര കമ്മിറ്റികളിലേക്ക്, പള്ളി കമ്മിറ്റികളിലേക്ക് അത് സംഘപരിവാറോ അല്ലെങ്കിൽ മറ്റ് മതമൗലികവാദ പ്രസ്ഥാനങ്ങളോ പിടിച്ചെടുക്കാതിരിക്കുന്നതിന് വേണ്ടി പാർട്ടി മെമ്പർമാരെ നിയോഗിക്കുക. എവിടെയെങ്കിലും അവ്യക്തതയുണ്ടോ? ഒന്നുകിൽ മതത്തെ അല്ലെങ്കിൽ മതചിഹ്നങ്ങളെ പൂർണ്ണമായിട്ടും പുരോഗമന പ്രസ്ഥാനങ്ങൾ മാറ്റി നിർത്തുക, അതല്ലെങ്കിൽ അവസരോചിതമായി ഇതിനെ ഇത്തരം മതമൗലികവാദ പ്രസ്ഥാനങ്ങൾ കവർന്നെടുക്കാതെ അതിനെ സ്വായത്തമാക്കുക. ഏതിൽ അവ്യക്തതയുണ്ടോ ശ്രീ M. സ്വരാജ്? എനിക്ക് സത്യത്തില് ഈ ചർച്ച കേൾക്കുമ്പോഴൊക്കെ ചിരിയാണ് വരുന്നത്. ഇങ്ങനെയൊന്നും ചർച്ച ചെയ്യാൻ മാത്രമുള്ള ഒരു വിഷയമല്ല ഇവിടെ നമ്മുടെ മുൻപിലുള്ളത്. ഒരു ഫാസിസ്റ്റ് ആശയത്തിന്റെ വളരെ വികലമായ കാര്യങ്ങൾ വികൃതമായി അവതരിപ്പിക്കുകയാണ് ഇവിടെ രാജേഷ് ചെയ്തിട്ടുള്ളത്. അത് രാജേഷിന്റെ രാഷ്ട്രീയമായതുകൊണ്ട് അയാൾക്ക് അതിനുള്ള സ്വാതന്ത്ര്യം ഉണ്ടെന്നേ ഞാൻ പറയും. ഞാൻ ആദ്യമായും ഈ കാര്യം ഇന്ന് കോഴിക്കോട് വിശദീകരിച്ചപ്പോൾ എല്ലാം വ്യക്തമാക്കിയിരുന്നതാണ്. ഈ കാര്യത്തിൽ ഒരവ്യക്തതയും ഞങ്ങൾക്കില്ല. രാജേഷ് പറഞ്ഞു ഞങ്ങളെല്ലാം പറഞ്ഞ് തീരുമാനിച്ചു. എന്റെ രാജേഷ്, സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ച് താഴേക്ക് കൊടുത്ത നിർദ്ദേശമാണെങ്കിൽ ഇത് കോഴിക്കോട് മാത്രമല്ല കേരളം മുഴുവൻ നടക്കും. ഞങ്ങളങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ കൊടുത്തു എന്ന് പറയാൻ ഒരു മടിയുള്ളവരല്ല. കൊടുത്ത നിർദ്ദേശം തെറ്റാണെങ്കിൽ തെറ്റെന്ന് ഏറ്റു പറയാനും മടിയുള്ളവരല്ല.
ഇത് വ്യക്തമല്ലേ നമ്മുടെ മുൻപിൽ? ഇത് അവിടെ ഇങ്ങനെ ഒരു സമരം ചെയ്തു. ആ സമരം അയ്യോ ആകെ അബദ്ധമായി പോയി, അതുകൊണ്ട് ആ സമരത്തെ തള്ളിപ്പറഞ്ഞ് ആ ഘടകത്തിന്റെ പേരിൽ നടപടിയെടുക്കാനൊന്നും ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല. ഞങ്ങൾ എന്തേ പറഞ്ഞുള്ളൂ, സ്വദേശത്തോടു കൂടി അവിടെ സംഘടിപ്പിച്ചിട്ടുള്ള ഒരു സമരമാണ്. പക്ഷേ ഫലത്തിൽ ഈ കഴിഞ്ഞ ആഴ്ച അദ്ദേഹം ഒരു പൊതുചടങ്ങിൽ വിളക്ക് കൊളുത്താൻ വിസമ്മതിച്ചതിനെ തുടർന്നുള്ള പ്രത്യേക അന്തരീക്ഷത്തിൽ അതുമായി കൂട്ടിച്ചേർത്തിട്ടാണ് പിന്നെ ഇതിനെക്കുറിച്ച് ചർച്ച നടക്കുന്നത്. അതിനുമായി കൂട്ടിച്ചേർത്തിട്ടുള്ള വിവാദങ്ങളാണ് പിന്നെ ഉണ്ടാകുന്നത്. ഇത് പൊതുവേദിയിൽ നിലവിളക്ക് കൊളുത്താൻ വിസമ്മതിച്ച മന്ത്രിക്കെതിരായ പ്രതിഷേധം എന്ന നിലയ്ക്ക് വ്യാഖ്യാനിക്കപ്പെടുകയാണ്. അങ്ങനെ വ്യാഖ്യാനിക്കാൻ ഈ സമരം ഒരു അവസരം കൊടുത്തു. യഥാർത്ഥത്തിൽ ഞങ്ങളുടെ പ്രതിഷേധം അതല്ല. ഞങ്ങളുടെ പ്രതിഷേധം പാഠപുസ്തക വിതരണം വൈകിയതാണ്. അപ്പോ ആ വിഷയത്തിലേക്ക് ശ്രദ്ധയും ചർച്ചയും കൊണ്ടുവരേണ്ടതുണ്ട്. അതുകൊണ്ട് ഇത് തൽക്കാലം ഇനി അങ്ങനെ തുടരണ്ട എന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇതിനെന്തൊക്കെയാണ് ഇവിടെ നിങ്ങൾ ശ്രീ എം സ്വരാജ്, അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഫക്രുദ്ദീൻ അലിയും വി രാജേഷും ചൂണ്ടിക്കാണിക്കുന്ന പ്രശ്നമുണ്ടല്ലോ. ഇത് സംബന്ധിച്ച് നടന്ന ചർച്ചകളിൽ ഇപ്പോൾ റിയാസ് ഉൾപ്പെടെയുള്ളവർക്ക് ഈ രീതിയിൽ അത് തെറ്റിദ്ധരിക്കപ്പെട്ടേക്കാം എന്ന ഒരു രാഷ്ട്രീയ അഭിപ്രായം അപ്പോൾ വരേണ്ടതല്ലേ? മറിച്ച് ഈ സമരത്തെ ഇത് സംബന്ധിച്ച് നടന്ന ചർച്ചകളിൽ പൂർണ്ണമായും ന്യായീകരിക്കുക, അതിനുശേഷം ഇപ്പോൾ പെട്ടെന്ന് അത് ഈ രീതിയിൽ തെറ്റിദ്ധരിച്ചേക്കാം എന്ന ഒരഭിപ്രായം രൂപം കൊള്ളൂ. അത് ശരിയാണോ? അങ്ങനെയല്ല. എനിക്ക് തോന്നുന്നു നിങ്ങൾ ഈ പറഞ്ഞ ചർച്ചയൊന്നും ഞാൻ കണ്ടിട്ടില്ല. റിയാസ് പങ്കെടുത്തിട്ടുള്ള ചർച്ച ഒരുപക്ഷെ ഈ സമരം നടന്ന ദിവസമായിരിക്കും അത് ഉണ്ടാവുക, അല്ലെങ്കിൽ അതിന്റെ തൊട്ടടുത്ത സമയങ്ങളിലായിരിക്കും ഉണ്ടാവുക. അത് സമൂഹത്തിൽ എന്ത് തരത്തിലുള്ള അഭിപ്രായ രൂപീകരണത്തിനും ചർച്ചയ്ക്കുമാണ് വഴിമരുന്നിട്ടിട്ടുണ്ടാവുക എന്ന് അപ്പൊ പറയാനാവില്ലല്ലോ. ഞങ്ങളപ്പോ സ്വദേശത്തോടു കൂടി അവിടെ നടന്ന, എനിക്ക് തോന്നുന്നു റിയാസിന്റെ നാട്ടിലാണ് ഈ സമരം നടന്നിട്ടുള്ളത്, അവിടെ നടന്ന ഒരു സമരം എന്നേ കണ്ടിട്ടുള്ളൂ. ഇപ്പോഴും ഞാൻ പറഞ്ഞല്ലോ, നിലവിളക്ക് കൈകൊണ്ട് തൊടാൻ പാടില്ല ഞങ്ങളാരെയും പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ നിലപാട് അങ്ങനെയൊന്നും അല്ല. ഇപ്പൊ രാജേഷ് പറഞ്ഞു അത് പരിഭാവനതയോടെ എന്നൊക്കെ പറഞ്ഞു. രാജേഷാണ് ഈ നിലവിളക്കിന്റെ ആള്. രാജേഷോട് ചോദിച്ചിട്ട് വേണം ഇതൊക്കെ ചെയ്യാൻ. നിലവിളക്ക് കത്തിക്കാൻ താല്പര്യമുള്ള ഏതൊരാൾക്കും അത് കത്തിക്കാം, താല്പര്യമില്ലാത്തവന് കത്തിക്കുകയും വേണ്ട. ഞാൻ പറഞ്ഞില്ലേ, ഇതിൽ ഒരൊറ്റ പ്രശ്നമേ ഉള്ളൂ. അത് 2 ആഴ്ച മുമ്പോ ഒരാഴ്ച മുമ്പോ മറ്റോ ഏതോ ഒരു പൊതുവേദിയിൽ ശ്രീ അബ്ദുറബ്ബ് നിലവിളക്ക് കൊളുത്താൻ വിസമ്മതിച്ചു. അതിന്റെ തൊട്ട് പുറകെ അദ്ദേഹം വന്നൊരു ചടങ്ങിൽ ഇങ്ങനെ ഒരു പ്രതിഷേധം ഞങ്ങൾ നടത്തി. ഞങ്ങളുടെ പ്രതിഷേധം പാഠപുസ്തക വിതരണം നടക്കാത്ത പ്രശ്നമാണ്. വ്യക്തമാണ്. ശ്രീ വി രാജേഷ്, സ്വരാജ് പറയുന്നത് വളരെ വ്യക്തമാണ്. നിലവിളക്ക് നിങ്ങൾക്ക് വിട്ടുതരാൻ അവർ തയ്യാറല്ല. നിലവിളക്കിന്റെ ഉടമസ്ഥാവകാശം സംഘപരിവാറിനോ വി രാജേഷിനോ വിട്ടുതരാൻ തയ്യാറല്ല. അവരെ സംബന്ധിച്ച് അബ്ദുറബ്ബ് പങ്കെടുത്ത ഒരു ചടങ്ങിൽ അബ്ദുറബ്ബ് നിലവിളക്ക് കത്തിക്കാൻ വിസമ്മതിച്ചു. അതുമായി ബന്ധപ്പെട്ട് മമ്മൂട്ടി ഒരു അഭിപ്രായ പ്രകടനം നടത്തി. നിലവിളക്ക് കത്തിക്കുകയോ കത്തിക്കാതിരിക്കുകയോ ചെയ്യേണ്ടത് വ്യക്തിപരമായ ഇഷ്ടാനിഷ്ടങ്ങൾ. അതിൽ മമ്മൂട്ടിയെ പോലൊരാൾ ഒരു അഭിപ്രായ പ്രകടനം നടത്തി, അതൊരു വിവാദമായി. ആ ഒരു സാഹചര്യത്തിലാണ് കോഴിക്കോട് ഒരു ഘടകം ഇത്തരമൊരു സമരം ചെയ്ത് അത് തെറ്റിദ്ധരിക്കപ്പെടും എന്നതുകൊണ്ട് ആ സമരം ഇപ്പോൾ സംസ്ഥാന വ്യാപകമായി മാറ്റേണ്ടതില്ല, അത് ഗുണം ചെയ്യില്ല എന്ന വിലയിരുത്തലിൽ DYFI എത്തിച്ചേർന്നു. അല്ല, ഒരുപാട് ഇസ്ലാമിക വിശ്വാസികൾ നിലവിളക്ക് കൊളുത്തുന്നുണ്ട്. ഇസ്ലാം മതം വിശ്വസിക്കുന്നവർ നിലവിളക്ക് കൊളുത്തുന്നതിനെ കുറിച്ചുള്ള അല്ല ഇവിടെ ചർച്ച. ഇവിടെ താങ്കൾ പറഞ്ഞു ഞങ്ങൾക്ക് നിലവിളക്ക് വിട്ടുതരാൻ ഉദ്ദേശിക്കുന്നില്ലെന്ന്. ഞങ്ങളുടെ കുത്തകയൊന്നുമല്ല സ്വരാജ് നിലവിളക്ക് നിങ്ങൾ ഏറ്റെടുക്കണം. നിങ്ങൾ AKG സെന്റർ ഉൾപ്പെടെ നിലവിളക്ക് കൊളുത്തി കഴിഞ്ഞാൽ അത്രയും ഈ രാജ്യത്തിന്റെ സംസ്കാരം നിങ്ങൾ ഉൾക്കൊള്ളുവാൻ വേണ്ടി എത്രത്തോളം വേഗത്തിൽ തയ്യാറാകുന്നുവോ അത്രത്തോളം നിങ്ങളുടെ പ്രസ്ഥാനത്തിൽ ജനപിന്തുണ കൂടും. ഇവിടെ സ്വരാജ് പറഞ്ഞല്ലോ, രാജേഷ് പറഞ്ഞ പരിഭാവനതയൊന്നുമില്ല. രാജേഷിന്റെ ഒരു പരിഭാവന, ഞാൻ എൻ്റെ കാഴ്ചപ്പാട് പറഞ്ഞു, നിങ്ങൾ പരിഭാവനമല്ലാത്ത സ്ഥലത്ത് കത്തിക്കോ. ഞങ്ങളതിനൊക്കെ ഇപ്പോൾ കോഴിക്കോട് നിങ്ങൾ നിലവിളക്ക് കത്തിച്ചു, ഞങ്ങൾ ആരെങ്കിലും കയ്യിൽ പിടിക്കാമെന്നോ? ഇതെല്ലാവരുടെയും സ്വാതന്ത്ര്യമാണ്. കത്തിക്കാനുള്ള സ്വാതന്ത്ര്യവും ഇല്ലാതിരിക്കാനുള്ള സ്വാതന്ത്ര്യവും ഉണ്ട്. പക്ഷേ എനിക്കൊരു കാര്യം പറയാനുള്ളത്, ദയവ് ചെയ്ത് അധിക്ഷേപിക്കരുത്, ഒരു സംസ്കാരത്തെ അധിക്ഷേപിക്കരുത്. നിങ്ങളോട് ആരും ഇത് ചെയ്യാനോ ചെയ്യാതിരിക്കാനോ ഒന്നും പറഞ്ഞിട്ടില്ല. ചെയ്യുന്നു, എന്നിട്ട് അതിനെ തള്ളിപ്പറയുന്നു, അതിനെ അധിക്ഷേപിക്കുന്നു, അത് നിങ്ങളുടെ സ്വാതന്ത്ര്യം. ഇവിടെ ഫക്രുദ്ദീൻ അലി പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ പ്രസ്ഥാനം, നിങ്ങളുടെ പ്രസ്ഥാനം ഇന്ത്യയിൽ ക്ലച്ച് പിടിക്കാതെ പോയതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ രാജ്യത്തുള്ള സാംസ്കാരിക ബിന്ദുക്കളുമായി ചേർന്ന് നിൽക്കാൻ നിങ്ങൾ തയ്യാറല്ല. ഈ രാജ്യത്തെ ജനങ്ങൾ നെഞ്ചേറ്റിലാളിക്കുന്ന ദേശീയ പതാക നിങ്ങൾ തള്ളിപ്പറഞ്ഞു. ഗോവിനെ പൂജിക്കുന്നത് തെറ്റാണെന്ന് നിങ്ങൾ പറഞ്ഞു. നിലവിളക്കിനെ നിങ്ങൾ തള്ളിപ്പറഞ്ഞു. നിലവിളക്ക് കത്തിക്കുന്ന എണ്ണയുണ്ടെങ്കിൽ 10 പപ്പടം കാച്ചാമെന്ന് നിങ്ങൾ പറഞ്ഞു. അമ്പലം നിലനിന്നാൽ അന്ധവിശ്വാസം കൂടുമെന്ന് നിങ്ങൾ പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഈ രാജ്യത്തെ ജനങ്ങൾ നിങ്ങൾ ഈ രാജ്യത്ത് വേണ്ട എന്നും പറഞ്ഞു തുടങ്ങി. ഇത് മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കണം. അല്ലാതെ ഈ രാജ്യത്തെ സംസ്കാരങ്ങളെ ആരാധിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഞങ്ങളെപ്പോലുള്ള പ്രവർത്തകരെ ഫാസിസ്റ്റ് ചിന്താഗതിക്കാരാണ്, ഞങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നു, ഇതിൻ്റെയൊക്കെ ഹോൾസെയിൽ ഡീലർമാരാണ് എന്നൊന്നും പറഞ്ഞു. ശ്രീ ഫക്രുദ്ദീൻ അലി, മതത്തെ അതിൻ്റെ ചിഹ്നങ്ങളെ എങ്ങനെ ഉപയോഗിക്കണം എന്ന കാര്യത്തിൽ ഏതാണ്ട് എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും അവ്യക്തതകളുണ്ട്.
അത് കുറച്ച് കൂടുതലാണ് CPI-നെ സംബന്ധിച്ചിടത്തോളം. ഇതെല്ലാം തന്നെ ഉപയോഗിക്കണമെന്നുണ്ട്. പക്ഷേ ഒരു മതത്തിൻ്റെ ചിഹ്നം ഉപയോഗിക്കുമ്പോൾ മറ്റൊരു മതം, അതിൻ്റെ പ്രവർത്തകർ, അതിൻ്റെ അനുയായികൾ അത് എതിരാകുമോ എന്ന ഭയവുമുണ്ട്. എങ്ങനെയാണ് വ്യത്യസ്ത മതജാതി വിഭാഗങ്ങളുള്ള ഒരു സമൂഹത്തിൽ മതചിഹ്നങ്ങൾ എത്രത്തോളം ഉപയോഗിക്കാം, ഉപയോഗിക്കാതിരിക്കാം? പ്രത്യേകിച്ച് ഒരു പുരോഗമന പ്രസ്ഥാനം, പ്രത്യേകിച്ച് വർഗീയവാദം വളരെ ശക്തമാകുന്ന ഒരു സാഹചര്യത്തിൽ ഒരു ശാസ്ത്രീയമായ നിലപാട്, ബഹുജനങ്ങൾക്ക് സ്വീകാര്യമായൊരു നിലപാട്, അത് എങ്ങനെ സ്വീകരിക്കുക? എന്തുകൊണ്ട് DYFI പോലുള്ള ഒരു പ്രസ്ഥാനത്തിൻ്റെ സംസ്ഥാന നേതൃത്വത്തിന് ഒരു നിലപാട് സ്വീകരിക്കുമ്പോൾ തന്നെ അതിൻ്റെ പ്രാദേശിക ഘടകങ്ങൾക്ക് ഇതിൻ്റെ അപകടം സ്വയം തിരിച്ചറിഞ്ഞ് ഇത്തരം സമരങ്ങളിൽ പങ്കാളികളാകാതിരിക്കാനാകുന്നില്ല? അല്ല, ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട രാജേഷ് പറഞ്ഞ പോലെ ഇന്ത്യയിലാകമാനം ലെഫ്റ്റിനെ തള്ളിക്കളഞ്ഞൊന്നും എനിക്ക് തോന്നുന്നില്ല. നിലവിലുള്ള ഒരു പ്രത്യേക പരിസ്ഥിതിയിൽ ലെഫ്റ്റിൻ്റെ നിലവിലുള്ള ലെനിനിസ്റ്റ് ചട്ടക്കൂട് ഉണ്ടാക്കിയ പ്രശ്നങ്ങളാണ്. പിന്നെ രണ്ടാമത് ഞാൻ പറഞ്ഞതുപോലെ എന്ന് തൊട്ട് ഇടതുപക്ഷം ഇന്ത്യയിലെ മാർക്സിസ്റ്റുകൾ ഇന്ത്യയിലെ സാമൂഹ്യ സാഹചര്യങ്ങൾ മനസ്സിലാക്കുന്നതിൽ അവർക്ക് ചില പരാജയങ്ങൾ പറ്റിയിട്ടുണ്ട്. അത് ദേവിപ്രസാദ് ചതോപാധ്യായൊക്കെ ചില ഘട്ടങ്ങൾ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താണ് പ്രശ്നം? ഇവിടെ സാംസ്കാരികമായ മൂല്യങ്ങൾ പലപ്പോഴും കണ്ടക്ടറുകളാണ്. ഈ കണ്ടക്ടർ ഉപയോഗിച്ച് നമുക്ക് ജനങ്ങളിലേക്ക് വളരെ എളുപ്പത്തിലെത്താൻ പറ്റും. ആ ഒരു വെഹിക്കിൾ വേണ്ട വിധത്തിൽ ഉപയോഗിച്ചില്ല എന്നുള്ള ഒരു കംപ്ലയിൻ്റാണ് ഞാൻ പറഞ്ഞത്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇടതുപക്ഷത്തിന് അതിൻ്റേതായ ഇടതുപക്ഷ വ്യാഖ്യാനം, ഇപ്പോൾ ലിബറേഷൻ തിയോളജി ശ്രീനാരായണ ഗുരു കൊടുത്ത പോലെ, അല്ലെങ്കിൽ ലാറ്റിൻ അമേരിക്കയിലുള്ള ഇടതുപക്ഷക്കാർ കൊടുക്കുന്ന പോലെ ഒരു സംസ്കാരത്തിന് അതിൻ്റേതായ ഇടതുപക്ഷ വ്യാഖ്യാനം കൊടുത്തുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാൻ പറ്റും. കാരണം ഏതൊരു ജനസമൂഹത്തെയും തീരുമാനിക്കുന്നത് അവരുടെ രാഷ്ട്രീയം പോലെ തന്നെ അവരുടെ സംസ്കാരം കൂടിയാണ്. അതുകൊണ്ട് തന്നെ സംസ്കാരത്തെ വിട്ടുകൊണ്ട് നമ്മളൊരു പുതിയൊരു സംസ്കാരത്തെ സൃഷ്ടിക്കാൻ പോവുകയാണ്. അല്ലെ അതിനെ പൂർണ്ണമായി തള്ളിക്കളയുമ്പോൾ വേരുകളില്ലാത്ത ജനസമൂഹമായി നമ്മൾ മാറും. അതുകൊണ്ട് ഈ തിരിച്ചറിവോട് തന്നെയാണ് പോകേണ്ടത്. അതേസമയം തന്നെ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ നമുക്കതിൽ വ്യക്തത ഉണ്ടെങ്കിൽ ഒരു ഇലക്ടോറൽ പൊളിറ്റിക്സിന്റെ പുറത്ത് ആരെങ്കിലും ഭയന്ന് മാറുമ്പോൾ ആരെങ്കിലും നമ്മളെ എതിർക്കുമെന്ന് പേടിക്കേണ്ട ആവശ്യമില്ല. അബ്ദുറബിന്റെ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് വരുമ്പോൾ ഒരു ബഹുസ്വര സമൂഹത്തിൽ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണെങ്കിലും വ്യക്തികളാണെങ്കിലും സാംസ്കാരിക നായകരാണെങ്കിലും ഭരണാധികാരികളാണെങ്കിലും ഒരു ബഹുസ്വര സമൂഹത്തിൽ വ്യത്യസ്ത മതങ്ങളുടെ ഇത്തരം ചിഹ്നങ്ങളോട് അതിൻ്റെ ആരാധനാ രീതികളോട് സ്വീകരിക്കേണ്ട സമീപനം എന്തായിരിക്കണം? ചുരുങ്ങിയ വാക്കുകളിൽ. വളരെ കൃത്യമായിട്ട് ഈ മതപരമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അകന്നു നിന്നുകൊണ്ട് മതത്തെ കൂടുതൽ വിളക്ക് കൊളുത്തുന്ന പോലെ നമ്മുടെ ശീലങ്ങളായി വന്നിട്ടുള്ള സാംസ്കാരികമായിട്ടുള്ള ആചാരങ്ങളെ നിലനിർത്തിക്കൊണ്ട് ഈ മതത്തെ ഹൈജാക്ക് ചെയ്യുന്നവർ ആ രീതിയിൽ കൂടി വെല്ലുവിളിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. അല്ലാതെ അത് RSSനോ അല്ലെങ്കിൽ NDFനോ വിട്ടുകൊടുക്കുകയല്ല വേണ്ടത്. മതവുമായി ബന്ധപ്പെട്ട സാംസ്കാരിക മൂല്യങ്ങൾക്ക് ഊന്നൽ കൊടുക്കുക, അത്തരം ശീലങ്ങളെ പരിപോഷിപ്പിക്കുകയും വേണം. വളരെ നന്ദി ശ്രീ ഫക്രുദ്ദീൻ അലി, ശ്രീ M സ്വരാജ്, ശ്രീ VV രാജേഷ്, ശ്രീ ഭാസുരേന്ദ്ര ബാബു ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. ബിഗ് സ്റ്റോറി ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.